ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നാൽ എന്താണെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ SBC എന്ന് കൊടുത്തിരിക്കുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയെയും UBC എന്നത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയുമാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് എന്ന് പറയുന്നത് ഇസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. ബിയറിംഗ് കപ്പാസിറ്റി എന്നാൽ സോയിലിന് എത്രത്തോളം ആണോ ലോഡ് എടുക്കാനായിട്ട് കഴിയുന്നത് അതിനെയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്നാൽ ദി ഗ്രോസ് പ്രഷർ ഇന്റൻസിറ്റി അറ്റ് വിച്ച് ദി സോയിൽ ഫെയിൽസ്. അതായത് സോയിലിന് എടുക്കാവുന്ന പരമാവധി എത്രത്തോളം ലോഡാണോ അതിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയിലേക്ക് എത്തുമ്പോൾ ആ സോയിൽ ഫെയിൽ ആകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ആ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയിലേക്ക് എത്തുമ്പോൾ ആ സോയിൽ ഫെയിൽ ആകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്രയും നമ്മൾ ലോഡ് നമ്മുടെ സ്ട്രക്ചറിന് വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ നമ്മൾ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുകയും ആ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയിലായിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്നാൽ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്നത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്നാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുകയും സേഫ് ബിയറിംഗ് കപ്പാസിറ്റി പുറത്തേക്ക് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് കിട്ടും. ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദി ഗ്രോസ് പ്രഷർ ഇന്റൻസിറ്റി അറ്റ് വിച്ച് ദി സോയിൽ ഫെയിൽസ്, അതിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോയിലിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ബിയറിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി സാധാരണയായി നമ്മൾ 2 മുതൽ 3 വരെയാണ് എടുക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദി സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ഇൻ സ്കൂൾ ബിൽഡിംഗ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഈസ്. സ്കൂൾ ബിൽഡിംഗിൽ വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 250, ഓപ്ഷൻ ബി 400, ഓപ്ഷൻ സി 500, ഓപ്ഷൻ ഡി 750. ഇതിന്റെ ആൻസർ 400 ആണ് വരുന്നത്. 400 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ഇൻ സ്കൂൾ ബിൽഡിംഗ് എന്നതിന്റെ വരുന്ന വാല്യൂ. നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ നിമയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടേബിളിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ ലൈവ് ലോഡ് അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിനെയാണ് അതിന്റെ വാല്യൂ ഒരു ടേബിളിൽ, അതായത് ഓരോ സ്ട്രക്ചറിലും വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് എത്രയാണ്, ലൈവ് ലോഡ് എത്രയാണെന്നുള്ളത് ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, റൂം, വാർഡ്, ഹോട്ടൽ, ബെഡ്റൂം അതൊക്കെ ആണെങ്കിൽ ലൈവ് ലോഡ് നമ്മൾ 250 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആയാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നു ഓഫീസ് ബിൽഡിംഗ്, ചർച്ച്, സ്കൂൾ ബിൽഡിംഗ്, ആർട്ട് ഗാലറീസ്, സ്റ്റെയേഴ്സ് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, റീറ്റെയിൽ ഷോപ്പ് ആൻഡ് ലൈറ്റ് ഗാരേജസ് ആണെങ്കിൽ നമ്മൾ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് 400 ആണ് എടുക്കേണ്ടത്. ഇതിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മളോട് സ്കൂളിന്റെ ആണ് ചോദിച്ചത്. നെക്സ്റ്റ് അസംബ്ലി ബിൽഡിംഗ്, പബ്ലിക് ബിൽഡിംഗ്, ഡാൻസ് ഹാൾ, തിയേറ്റർ, റെസ്റ്റോറൻറ്റ്സ്, ജിംനേഷ്യം, സ്റ്റെയർ ഇൻ പബ്ലിക് ബിൽഡിംഗ്, ലൈറ്റ് വർക്ക്ഷോപ്പ് എന്നിവയിൽ 500 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഹെവി വർക്ക്ഷോപ്പിൽ, പ്രിന്റിംഗ് പ്രസ്, ഫാക്ടറീസിലൊക്കെ 750യും വർക്ക് ഹൗസസ്, ബുക്ക് സ്റ്റോൾ, സാനിറ്ററി സ്റ്റോർസ് ആൻഡ് ഹെവി ഗാരേജസിൽ 1000ഉമാണ് നമ്മൾ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് അല്ലെങ്കിൽ ലൈവ് ലോഡായിട്ട് എടുക്കേണ്ടത്. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിൽ നമുക്ക് ഏതൊരു ബിൽഡിങ്ങിന്റെയും ലൈവ് ലോഡ് എത്രയാണെന്നുള്ളത് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The relation between wind pressure and wind is expressed by the formula. വിൻഡ് പ്രഷറിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നിമയുടെ ടെക്സ്റ്റ് ബുക്കിൽ വിൻഡ് പ്രഷറിന്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലേക്ക് വരുന്ന ലോഡ് പരിഗണിക്കുന്നത് പ്രധാനമായും ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, അതുപോലെ തന്നെ വരുന്ന ഒരു ലോഡാണ് വിൻഡ് ലോഡ് എന്ന് പറയുന്നത്. പ്രധാനമായും ഹൈ റൈസ് ബിൽഡിങ്സിലാണ് അതല്ലെങ്കിൽ ഉയരം കൂടിയ സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ വിൻഡ് ലോഡ് കൂടി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വിൻഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിൻഡ് പ്രഷറിന്റെ ഇക്വേഷൻ നമുക്ക് നിമയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. വിൻഡ് പ്രഷറിന്റെ ഇക്വേഷൻ P is equal to 0.0075 V² എന്നാണ്. 0.0075 V², where V is the velocity of wind in km/h. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോഫ്റ്റ് റോക്ക് ഇൻ ടൺ പെർ മീറ്റർ സ്ക്വയർ. സോഫ്റ്റ് റോക്കിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ഒരു ടേബിൾ നിമയുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് 45 ആണ്. 45 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോഫ്റ്റ് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേബിൾ നമുക്ക് നോക്കാം. നിമയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലൊരു ടേബിൾ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് വെരി സോഫ്റ്റ് വെറ്റ് പേസ്റ്റി ഓർ മഡി ക്ലേ ആണെങ്കിൽ 5 ആണ്. ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ 15, സോഫ്റ്റ് ക്ലേ ആണെങ്കിൽ 10, മോയിസ്റ്റ് ക്ലേ ആൻഡ് സാൻഡി ക്ലേ മിക്സ്ചർ ആണെങ്കിൽ 15, മീഡിയം ക്ലേ ആണെങ്കിൽ 25, കോമ്പാക്റ്റ് ക്ലേ നിയർലി ഡ്രൈ ആണെങ്കിൽ 45, ഫൈൻ സാൻഡ് ആണെങ്കിൽ അത് ലൂസും ഡ്രൈയും ആണെങ്കിൽ 10, മീഡിയം സാൻഡ് ആണെങ്കിൽ കോമ്പാക്റ്റ് ക്ലേ ആണെങ്കിൽ 25, കോമ്പാക്റ്റ് ആൻഡ് പ്രിവെന്റഡ് ഫ്രം സ്പ്രെഡിങ് ആണെങ്കിൽ അത് 45 ആണ്. ലൂസ് ഗ്രാവൽ ആണെങ്കിൽ 25, കോമ്പാക്റ്റ് ഗ്രാവൽ ആൻഡ് മ്യൂറം ആണെങ്കിൽ 45, സോഫ്റ്റ് റോക്കിന്റെയും 45 ആണ്. ലാമിനേറ്റഡ് റോക്ക് സച്ച് ആസ് ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ ആണെങ്കിൽ 165ഉം ഹാർഡ് റോക്ക് വിത്തൗട്ട് ഡിഫക്ട് സച്ച് ആസ് ഗ്രാനൈറ്റ്, ട്രാപ്പ് പോലെയുള്ള ഡിഫക്റ്റ് ഇല്ലാത്ത ഹാർഡ് റോക്കുകളാണെങ്കിൽ 330 ടൺ പെർ മീറ്റർ സ്ക്വയറും ആണ്. ഇതിന്റെ വാല്യൂസ് ഒരുപാട് എണ്ണത്തിന്റെ സെയിം വാല്യൂ വരുന്നതുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് പഠിക്കാവുന്നതാണ്. സോഫ്റ്റ് ക്ലേ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മീഡിയം ക്ലേ, സോഫ്റ്റ് റോക്ക്, ഹാർഡ് റോക്ക് എന്നിവയൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഈ ഒരു ടേബിളിൽ നിന്നും നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തുവാനായിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ. സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഓപ്ഷൻസ്: അനലിറ്റിക്കൽ മെത്തേഡ്, മെത്തേഡ് ഓഫ് ലോഡിംഗ്, ഡ്രോപ്പിംഗ് ലോഡ് മെത്തേഡ്, ഓൾ ഓഫ് ദി എബവ്. ഇവിടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. നമ്മൾ ഈ 3 മെത്തേഡിലൂടെയും ബിയറിംഗ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടെത്താൻ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി റാങ്കിൻസ് ഫോർമുലയുണ്ട്, ഡെപ്തിന്റെ ഫോർമുലയുണ്ട്, അതുകൂടാതെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുവാനും ഫോർമുലയുണ്ട്. ആ ഫോർമുലയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. മെത്തേഡ് ഓഫ് ലോഡിംഗ് എന്നത് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ലോഡ് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്, ലോഡ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് സ്റ്റീൽ പ്ലേറ്റ് എത്രത്തോളമാണോ അവിടെ ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ഗ്രാഫ് വരച്ചിട്ട് ചെയ്യുന്നതാണ് പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് ഡ്രോപ്പിംഗ് വെയിറ്റ് എന്നാൽ ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്നും നമ്മൾ വെയിറ്റ് നോൺ ആയിട്ടുള്ള, അതായത് നമുക്ക് അറിയാവുന്ന ഒരു വെയിറ്റ് താഴേക്ക് ഫൗണ്ടേഷൻ കൊടുക്കേണ്ട സോയിലിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ വെയിറ്റ് എത്രത്തോളം ഇംപ്രഷൻ, അതിൻ്റെ അകത്ത് എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലും എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നതാണ് മെത്തേഡ് ഓഫ് ഡ്രോപ്പിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്. ഈ 3 രീതിയിലും നമുക്ക് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടെത്താനായിട്ട് പറ്റും. അനലിറ്റിക്കൽ മെത്തേഡ്, മെത്തേഡ് ഓഫ് ലോഡിംഗ് ആൻഡ് മെത്തേഡ് ഓഫ് ഡ്രോപ്പിംഗ് വെയിറ്റ്. നെക്സ്റ്റ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും? മെത്തേഡ്സ് ടു ഇംപ്രൂവ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. നമുക്ക് ഫൗണ്ടേഷന്റെ ഡെപ്ത് കൂട്ടിക്കൊണ്ട് ബിയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. എന്നാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് ഡെപ്തിലേക്ക് നമുക്ക് ഫൗണ്ടേഷൻ
കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് അൺഎക്കണോമിക്കൽ ആവുകയും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാതെയും ആകും. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഡെപ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാം. കൂടാതെ കോമ്പാക്റ്റ് ചെയ്യാം. സോയിലിനെ നല്ല രീതിയിൽ കോമ്പാക്റ്റ് ചെയ്ത് അതിലെ എയർ വോയിഡ്സ് ഒക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാവുന്നതാണ്. കൂടാതെ ഡ്രെയിനേജ് ഓഫ് സോയിൽ, സോയിലിൽ തളം കെട്ടി കിടക്കുന്ന വെള്ളം തളം കെട്ടി കിടന്നാൽ അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിൽ എന്ന് പറയുന്ന ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പം അത്തരത്തിൽ ആ വാട്ടറിനെ, ആ വെള്ളത്തെ അവിടെ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രെയിനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ബിയറിംഗ് കപ്പാസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഷീറ്റ് പൈലിംഗ് ചെയ്ത് സോയിലിനെ മൂവ്മെന്റ് തടയുകയാണെങ്കിൽ സോയിലിന്റെ ആ ഒരു ചലനം നമ്മൾ നല്ല രീതിയിൽ ലോഡ് വരുമ്പോഴേക്കും സോയിൽ ഡ്രിഫ്റ്റ് ചെയ്ത് ചലിച്ച് തെന്നിപ്പോകും. അപ്പൊ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഷീറ്റ് പൈൽ ഉപയോഗിച്ച് കൺഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാവുന്നതാണ്. കൂടാതെ മറ്റൊരു മെത്തേഡാണ് ഗ്രൗട്ടിംഗ്. നമുക്ക് സോയിലിലേക്ക് ഗ്രൗട്ട്, സിമെന്റ് വാട്ടർ മിക്സ്ചർ ചെറിയ ചെറിയ ഹോൾസ് നിർമ്മിച്ച ശേഷം അതിലേക്ക് ഗ്രൗട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഈ പറയുന്ന പോലെ ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാം. കൂടാതെ കെമിക്കൽസ് അവൈലബിൾ ആണ്. ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ സഹായിക്കുന്ന കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ട്രീസ് ഷുഡ് നോട്ട് ബി പ്ലാന്റഡ് നിയർ ദി ബിൽഡിംഗ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ്. നമുക്കറിയാം ഫൗണ്ടേഷനോട് ചേർന്ന് ട്രീസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വേര് ഇറങ്ങുകയും ഫൗണ്ടേഷൻസിൽ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദി ട്രീസ് ഷുഡ് നോട്ട് ബി പ്ലാന്റഡ് നിയർ ദി ബിൽഡിംഗ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 8 മീറ്റർ. 8 മീറ്ററിന് ഉള്ളിൽ ട്രീസ് ഒന്നും തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് നിമയുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന ഭാഗത്ത് നിന്നും നിമയുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ സൈറ്റ് എക്സ്പ്ലോറേഷനും ചേർത്തുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. താങ്ക് യു.